മലപ്പുറം ജില്ലയിലെ പാർട്ടി മെമ്പർഷിപ്പിൽ ഏതാണ്ട് 45% മുസ്ലിങ്ങളാണ്. 16,000-ഓളം 35,000-ൽ 16,000-ഓളം മുസ്ലിം മെമ്പർഷിപ്പാണ്. അതിൽ പലരും ഹജ്ജിന് പോയിട്ടുണ്ട്, കൃത്യമായി നിസ്കരിക്കാൻ പോകുന്നവരുണ്ട്. പാർട്ടി കമ്മിറ്റി യോഗങ്ങൾ നിർത്തിവെച്ചിട്ട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാർ പള്ളിയിൽ 5 മിനിറ്റ് യോഗം അവർക്ക് നിസ്കരിക്കുന്നതിന് വേണ്ടി 5 മിനിറ്റ് നേരം യോഗം നിർത്തിവെച്ച് നിസ്കരിച്ചു വരാൻ വേണ്ടി അനുവാദം കൊടുക്കാറുണ്ട്. നമ്മളാരും ഒരാളുടെ നിസ്കാരം മുടക്കിയിട്ടില്ല. അതിനെ നിസ്കാരത്തിനെ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കുക, ഹജ്ജിന് പോകേണ്ടവർക്ക് ഹജ്ജിന് പോകാം. ഒരുപാട് ആൾ ഹജ്ജിന് പോയിട്ടില്ലേ നമ്മളെ ജില്ലയിലെ പാർട്ടിയിൽ നിന്ന്. അതിന് ആ പാർട്ടിയുടെ സെക്രട്ടറി അല്ലേ ഞാൻ അദ്ദേഹത്തോട് നിസ്കരിക്കേണ്ടെന്ന് പറയാം. അങ്ങനെ ഇങ്ങനെ വായ വളർന്നാൽ ഇങ്ങനെ കളവ് പറയുക എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹം വലിയ വിശ്വാസിയാണെന്നൊക്കെ പറയുന്നു. അദ്ദേഹം ആത്മപരിശോധന നടത്തേണ്ടതാണ്. ഇങ്ങനെ വിശ്വാസിയായ, അതിനനുസരിച്ച് വിശ്വാസത്തിനനുസരിച്ച് ജീവിതം നയിക്കുന്ന അദ്ദേഹം ഇങ്ങനെ കളവ് പറയുന്നത്, ഒരു വിശ്വാസിയായാലും അവിശ്വാസിയായാലും അതൊക്കെ ഈ നിരന്തരം കളവുകൾ ആവർത്തിക്കുക, അതിന്റെ ഭാഗമാണ് ഈ പ്രചരണമൊക്കെ. ഈ അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇതിലൊന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഞാൻ അപൂർവമായി മാത്രം കാണുന്ന ആളാണ് അദ്ദേഹം. കാരണം എന്ന് വെച്ചാൽ നാട്ടിലുണ്ടാവാറില്ലല്ലോ. ഇപ്പൊ നിലമ്പൂരിൽ നമ്മൾ കമ്മിറ്റിക്കൊക്കെ പോയാൽ അവിടെ നിന്നും കാണാൻ കഴിയാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റുള്ളൂ. വളരെ വളരെ അപൂർവമായി കാണുന്ന, ടെലിഫോണിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചത് എന്താ? ഏറ്റവും അവസാനം ടെലിഫോണിൽ സംസാരിച്ചത് ഒന്ന് നമ്മളെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ ഒന്ന് പങ്കെടുത്തു കൊടുക്കണം, അവര് ക്ഷണിച്ചാൽ അതിന് അവർ ഉദ്ദേശിക്കുന്നത് MLA ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ MLA ഒന്ന് സമയം സൗകര്യപ്പെടുത്തി കൊടുക്കണം എന്നുള്ളൊരു ശുപാർശയാണ് ടെലിഫോണിലൂടെ ഞാൻ നടത്തിയത്. അതാണ് പ്രമാദമായ ഉദ്ഘാടനം. അപ്പോ വളരെ അപൂർവം മാത്രമായി ആശയവിനിമയം നടത്തുന്ന ഒരു MLA ആണ്. ആവശ്യത്തിന് മാത്രമേ അദ്ദേഹത്തെ വിളിക്കാറുള്ളൂ. അദ്ദേഹവുമായി കൂടിയിരുന്നുകൊണ്ട്, പിന്നെ അദ്ദേഹം പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ട് നിലമ്പൂർ കമ്മിറ്റിയിൽ സ്ഥിരമായി ഞാൻ പങ്കെടുക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എന്നെ കാണില്ല. ഞാൻ എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്ന പണിയല്ല. ഞാൻ തീരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചെയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ പൊതുയോഗങ്ങളിൽ പങ്കെടുക്കാറില്ല. കാരണം 3-4 മണിക്കൂറാണ് പോയി കിട്ടും. ആ 4 മണിക്കൂർ നേരം 10 ബൂത്തിൽ പോയാൽ 10 വോട്ട് കിട്ടും. അതുകൊണ്ട് എന്റെ പ്രയോറിറ്റി സംഘടനാ രംഗത്ത് കേന്ദ്രീകരിക്കലാണ്. അപ്പൊ ഞാനും ഇപ്പൊ പൊതുയോഗത്തിൽ പുറകെ സാധാരണ പൊതുയോഗത്തിലും അങ്ങനെ ഒരു പ്രസംഗിക്കുന്ന, അനിവാര്യമാണെങ്കിൽ മാത്രം പ്രസംഗിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ധാരണ എന്ന് പറഞ്ഞാൽ ഈ പ്രസംഗിച്ചില്ല ചിലപ്പോൾ ഒരു മണ്ഡലത്തിൽ എനിക്ക് പ്രധാനമായി ഞാൻ കേന്ദ്രീകരിച്ചത്, അദ്ദേഹം 2006 മത്സരിച്ച സമയത്തും ഞാൻ കേന്ദ്രീകരിച്ചത് എനിക്ക് ചുമതല പൊന്നാനിയായിരുന്നു. 2001 ചുമതല പൊന്നാനിയായിരുന്നു, മങ്കടയായിരുന്നു. പിന്നെ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ചുമതല എനിക്കുണ്ടായിട്ടില്ല. എന്നാലും പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം നടന്ന ഈ 2021 തെരഞ്ഞെടുപ്പിൽ പലതവണ അവിടുത്തെ കമ്മിറ്റികൾ മീറ്റ് ചെയ്യുകയും പോരായ്മകൾ പരിശോധിക്കുകയും വിജയം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. CPMന്റെ സംഘടനാ മെക്കാനിസത്തിന്റെ, മെഷീനറിയുടെ ചലനാത്മകത വർദ്ധിപ്പിച്ച് ശക്തമായ ഇടപെടൽ കൊണ്ടല്ലേ അൻവർ ജയിച്ച്. അദ്ദേഹത്തിന് അത് നിഷേധിക്കാൻ കഴിയും. അദ്ദേഹം തന്നെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ലേ, എന്താ പറഞ്ഞാൽ ഞാൻ ഒരിക്കലും മറക്കില്ല, അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാർ ഊണും ഉറക്കവും ഒഴിച്ച് എന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പ്രവർത്തിച്ചവരെ ഞാൻ മറക്കില്ല. അങ്ങനെ ആ സഖാക്കളെ സജ്ജമാക്കുന്നതിന് പാർട്ടി സംഘടനാ മിഷണറിക്ക് ഒരു പ്രധാന പങ്കുണ്ടല്ലോ. അത്തരം പങ്ക് സമ്പൂർണമായ ഒരു ജില്ലാ സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ അത് നടപ്പാക്കിയിട്ടുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട്.